എന്താ ഇവിടെ? ആ ചോദ്യം വന്നപ്പോൾ അതുവരെ അലച്ചുകൊണ്ടിരുന്ന രണ്ടുപേരും നിർത്തി. പ്രണവേട്ടനെ കണ്ടതും രണ്ടും എൻ്റെ പിന്നിലായി നിന്നു. എന്ത് പറയണമെന്നറിയാതെ മൊത്തത്തിൽ ഒരു കിളി പോയ അവസ്ഥയിൽ ഞാനും. ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. നീ എന്താ കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നത്? ഋഷിയോട് ചോദിച്ചു. അത് ഏട്ടത്തിയോട് ഒരു കാര്യം പറയാൻ വന്നതാ. അവൻ്റെ മറുപടി കേട്ട് അടുത്ത സ്വാതിയോടായി തിരിഞ്ഞു. ഞാനും ചേച്ചിയോടൊരു കാര്യം പറയാൻ വന്നതാ. രണ്ടുപേരുടെയും മറുപടി കേട്ട് അടുത്തത് എന്നോടായി തിരിഞ്ഞു. ഞാൻ അവർക്കെന്താ പറയാനുള്ളത് എന്ന് കേൾക്കാൻ വന്നതാ. ഒരു ബോധവും ഇല്ലാതെ ഞാൻ ഉത്തരം പറയുമ്പോഴും പരസ്പരം മൗനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയായിരുന്നു സ്വാതിയും ഋഷിയും. എന്നാൽ ശരി ചേച്ചി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ആദ്യം സ്വാതി പോയി. എന്നാൽ ശരി ഏട്ടത്തി, ഞാനും പോട്ടെ എന്ന് പറഞ്ഞ് അടുത്തത് ഋഷിയും പോയി. എന്നാൽ ശരി ഗായത്രി, ഞാനും ഇറങ്ങട്ടെ എന്ന് വാക്കുകൾ ഉണ്ടായില്ല എന്ന് ഉറപ്പായിട്ട് പോലും അറിയാതെ ആഗ്രഹിച്ചു. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ പ്രണവേട്ടൻ കാറിൽ കയറി പോയി. ഓരോന്നും ആഗ്രഹിക്കുന്ന ഞാൻ മണ്ടി. ഏട്ടത്തിയുടെ ആകാശവാണി ഉണ്ടല്ലോ, വൈകിട്ട് കോളേജ് വിട്ടുവന്ന ഋഷിയായിരുന്നു. ഏട്ടത്തിയുടെ ആകാശവാണി ഉണ്ടല്ലോ, വൈകിട്ട് കോളേജ് വിട്ടുവന്ന ഋഷിയായിരുന്നു പറഞ്ഞത്. ഏത് ആകാശവാണി? ആ, റോഡിൽ കൂടെ ആകാശം നോക്കി നടക്കുന്ന ഏട്ടത്തിയുടെ അനിയത്തിയില്ലേ? ഓ സ്വാതി. ആ സാധനം തന്നെ. കോളേജിൻ്റെ ഫ്രണ്ടിലെ സ്കൂളിലെ ഏതെങ്കിലും സുന്ദരിക്കുട്ടികളെ നോക്കാമെന്ന് കരുതി അവിടെ നിന്നപ്പോൾ അവളും അവിടെ. അവൾ അവിടെയാണ് പഠിക്കുന്നത്. ചുമ്മാതല്ല, അവിടുത്തെ വിദ്യാഭ്യാസ രംഗം മോശമാണെന്ന് കേട്ടത്. ഒന്ന് പോടാ, അവളൊരു പാവാ. മനസ്സിലായി. മോളെ, പ്രണവ് വന്നില്ലേ? അമ്മ ആ ചോദ്യം ചോദിച്ചതും കമ്പനിയിൽ നിന്ന് പ്രണവേട്ടനകത്തേക്ക് വന്നു. ആ, നീ വന്നോ? നാളെ ആ വിശ്വമേനോൻ്റെ മകളുടെ കല്യാണമല്ലേ? എനിക്കും നിൻ്റെ അച്ഛനും പോകാൻ കഴിയില്ല. അതുകൊണ്ട് നീ നാളെ അവിടെ പോകണം. ആ, എന്നോടും പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിനെക്കുറിച്ച്. ഞാൻ നാളെ പോകാം. 3-4 മണിക്കൂർ യാത്രയില്ലേ? നീ തനിച്ചാണോ പോകുന്നത്? അതേ എന്ന രീതിയിൽ തലയാട്ടി. ഡോണ്ട് വറി ബ്രോ, ഞാനും കൂടെ വരാം നാളെ. ഋഷി പറഞ്ഞപ്പോൾ അമ്മ അവനെ നോക്കി കണ്ണുരുട്ടി. നിനക്കപ്പോൾ നാളെ കോളേജിൽ പോകണ്ടേ? എൻ്റെ ചേട്ടനേക്കാളും വലുതാണോ അപ്പച്ചി ഈ ഋഷിക്ക് ഇന്നലെ കണ്ട കോളേജ്? തൽക്കാലം അപ്പച്ചിയുടെ കുട്ടി നാളെ കോളേജിൽ പോയാൽ മതി. നിൻ്റെ ചേട്ടന് കൂട്ടായി ഗായത്രി പോകും. ഓ, സൈക്കോളജിക്കൽ മൂവ്. അപ്പച്ചി, വീണ്ടും അമ്മ അവനെ നോക്കി കണ്ണുരുട്ടി. ഐ മീൻ നൈസ് ഐഡിയ അപ്പച്ചി. അപ്പോൾ ചേട്ടനും ബോറടിക്കില്ല. കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു യാത്രയോ ആയി. എല്ലാം കേട്ട് കഴിഞ്ഞ് ഒന്ന് മാത്രം എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ സ്നേഹനിധിയായ ഭർത്താവ് സമ്മതിക്കില്ല എന്ന്. ഏട്ടത്തി എന്തു പറയുന്നു? അത് പ്രണവേട്ടൻ്റെ ഇഷ്ടം. ഇതിലിപ്പോൾ ഇനി തീരുമാനിക്കാനൊന്നുമില്ല. നാളെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നു. അത്രയും പറഞ്ഞ് അമ്മ പോയി. ഒന്നും പറയാതെ പ്രണവേട്ടനും. രാത്രി മുറിയിൽ കയറിയപ്പോൾ തന്നെ കട്ടിൽ പ്രണവേട്ടൻ ഇരിക്കുന്നു. ഞാൻ വാതിലടച്ച് അകത്തേക്ക് കയറിയതും എൻ്റെ അടുത്തേക്ക് വന്നു. നാളെ എന്താ അമ്മയോട് പറയേണ്ടത് എന്നറിയാലോ? അറിയാം. എന്താ? കല്യാണത്തിന് പോകുന്നില്ല എന്ന്. ഗുഡ്, ഇനി കിടന്നു. അത്രയും പറഞ്ഞ് നേരെ കട്ടിൽ പോയി കിടന്നു. കുറച്ച് വാചകം കൂടുതൽ അർത്ഥം. അതാണ് എൻ്റെ ഭർത്താവ്. ഞാനും താഴെ ഷീറ്റ് വിരിച്ച് കിടന്നു. പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനോ സന്തോഷിക്കാനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നിദ്രാദേവി എന്നെ കടാക്ഷിച്ചു. അവസാനം ഒരിക്കൽ കൂടി എന്തു നേരിടാനുള്ള കരുത്ത് തരണേ എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് അകത്ത് കയറി. റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രണവേട്ടൻ. ഞാൻ അകത്ത് കയറിയതും എന്നോട് ചോദിച്ചു, അമ്മയോട് പറഞ്ഞോ? എന്നിട്ട് എന്തു പറഞ്ഞു? ഉത്തരമൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് വീണ്ടും ചോദിച്ചു. അത് എന്താ നിന്റെ കയ്യിൽ? പിന്നിലായി വെച്ചിരിക്കുന്ന എൻ്റെ കൈ നോക്കി ചോദിച്ചു. ഒന്നുമില്ല. എൻ്റെ മറുപടിയിൽ തൃപ്തി വരാതെ എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നിൽ നോക്കി. അപ്പോഴും ഞാൻ മാറി. എന്താടി, എന്താ നിന്റെ കയ്യിൽ? എന്നെ പിടിച്ചു നിർത്തി. കയ്യിലിരുന്നത് വാങ്ങി. എന്താ ഇത്? സാരി. അതെനിക്ക് കാണാം. നീ സാരി വാങ്ങാൻ പോയതാണോ? അമ്മയോട് കാര്യം പറയാൻ പോയതാണോ? പറയാൻ പോയതായിരുന്നു. അപ്പോഴാ ഇത് ഉടുത്തുകൊണ്ട് കല്യാണത്തിന് പോയാൽ മതി എന്ന് പറഞ്ഞ് അമ്മ സാരി കയ്യിൽ തന്നത്. പിന്നെ ഒന്നും പറയാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. കഴിയുന്നത് നിഷ്കളങ്കതയോടെ ഞാൻ ഉത്തരം പറഞ്ഞുവെങ്കിലും എന്ത് കാര്യം? ഒരു കാര്യവും ഇല്ല. ഉടനെ നീ ഈ സാരി വാങ്ങിച്ചു കൊണ്ടുവന്നു. വേണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാം. പറഞ്ഞു തീർന്നതും കട്ടിൽ കിടന്ന ഒരു തലയണെടുത്ത് ഒറ്റ എറിയായിരുന്നു താഴേക്ക്. ഭാഗ്യത്തിന് കയ്യിൽ കിട്ടിയത് തലയണയായിരുന്നു. വേറെ വല്ല പൊട്ടുന്ന സാധനവും ആയിരുന്നുവെങ്കിൽ. 10 മിനിറ്റ് അവസാനമായി പറഞ്ഞ് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞു 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത്. 10 മിനിറ്റുള്ളിൽ റെഡിയായി ചെല്ലാനാണ് പറഞ്ഞതെന്ന്. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ആ ഏട്ടത്തി സുന്ദരിയായിട്ടുണ്ടല്ലോ. അമ്മ തന്ന സാരി ഉടുത്ത് താഴേക്ക് വന്നപ്പോൾ ഋഷിയുടെ വക കമൻ്റായിരുന്നു. അപ്പോഴും എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ എൻ്റെ ഭർത്താവ് ഫോണും കുത്തിക്കൊണ്ട് നിൽക്കുന്നു. അമ്മ എവിടെ? അപ്പച്ചിയോട് ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ പോയി എന്ന്. പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം. ഞങ്ങളെ ഒരുമിച്ച് പറഞ്ഞു വിടാനുള്ള ഋഷിയുടെ തിടുക്കം കണ്ട് പ്രണവേട്ടൻ അവനെ നോക്കി.
ഞാനും ഇറങ്ങുവാണ് കോളേജിലേക്ക്, അവനൊരു ചിരിയോടെ പറഞ്ഞു. പിന്നെ അധികം താമസിക്കാതെ ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങി. ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. കാറിൽ പ്ലേ ചെയ്യുന്ന പാട്ട് അപ്പോൾ ഒരു ആശ്വാസമായി തോന്നി. പാട്ടിൻ്റെ വരികളിലൂടെ ഓരോ ചിന്തകളിൽ മുഴുകിയിരുന്നപ്പോഴാണ് പെട്ടെന്ന് കാറ് ചെയ്യുന്നത്. ഇത്ര പെട്ടെന്ന് പറഞ്ഞ സ്ഥലം എത്തിയോ എന്ന് ചുറ്റിലും നോക്കിയപ്പോൾ ഒരു ഞെട്ടലായിരുന്നു എനിക്ക്. എൻ്റെ വീടുമുറ്റത്താണ് വണ്ടി നിർത്തിയത് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ മുഖത്തേക്ക് നോക്കി. വീട്ടിൽ നിന്നെ കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പോകുന്നിടത്തും കൂടെ കെട്ടിയെടുത്ത് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ഉള്ളൊരു നീറ്റൽ മാത്രമായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത് കേട്ടില്ലേ? വീണ്ടും കടുപ്പിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കാറിൻ്റെ പുറത്തിറങ്ങി ചോദിച്ചു. അപ്പോൾ ഞാനെങ്ങനെയാ തിരിച്ചു പോകുന്നേ? തിരിച്ചു വരുമ്പോൾ വിളിക്കാം. അതുവരെ ഇവിടെ നിൽക്ക്. താമസിക്കുകയോ? താമസിച്ചാലും എന്താ കുഴപ്പം? നിന്റെ സ്വന്തം വീട്ടിലല്ലേ ആക്കിയിട്ട് പോകുന്നേ. എൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആ കാർ എൻ്റെ വീടുമുറ്റത്ത് നിന്ന് പോയിരുന്നു. സ്വന്തം വീട് ഞാൻ ഏറ്റവും ഭയക്കുകയും ഒപ്പം വെറുക്കുകയും ചെയ്യുന്ന സ്ഥലം. ഞാൻ തിരിഞ്ഞ് എൻ്റെ വീടൊന്ന് വീക്ഷിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ആഴ്ചകൾ മാത്രമേ ആവുന്നുള്ളൂ. പക്ഷേ മൊത്തത്തിൽ നല്ലതുപോലെ വീട് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയ്ക്കും പണമാണോ അവർ പ്രണവേട്ടൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചെടുത്തതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു. ഞാൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ പുറത്തേക്ക് വന്നു. സുധി. അയാൾ എന്നെയും കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. എന്താടി, നിനക്ക് ഈ വഴിയൊക്കെ അറിയോ? നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? അപ്പോൾ ചെറിയമ്മയും പുറത്തേക്ക് വന്നു. ഓ, മഹാറാണിക്ക് ഓർമ്മയുണ്ട് അല്ലേ നമ്മളെയൊക്കെ? ഇയാളെന്താ ഇപ്പോഴും ഈ വീട്ടിൽ കാര്യം? അതൊക്കെ എന്തിനാടി നീ അറിയുന്നത്? നിന്നെ വലിയൊരിടത്തേക്ക് കെട്ടിച്ചു വിട്ടല്ലോ. ഇനി അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. എന്നുള്ളതുകൊണ്ട് തന്നെ അകത്തേക്ക് പോയി. അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. എന്നിട്ടും ഈ സുധി എന്താ ഇവിടെ? വീണ്ടും എനിക്കെതിരെ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടാക്കാനാണോ എന്ന ചിന്ത മനസ്സിലൂടെ പാഞ്ഞുപോയി. ചേച്ചി എപ്പോഴാ വന്നത്? സ്കൂൾ വിട്ടു വന്ന സ്വാതി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. രാവിലെ എത്തി. ഓ, അപ്പോൾ അമ്മയുടെ വക കുറേ പുരാണം കേട്ടു കാണുമല്ലോ. അത് പുതുമയുള്ളതൊന്നും അല്ലല്ലോ. അല്ല, ചേട്ടൻ വന്നില്ലേ? കുറച്ച് കഴിഞ്ഞു വരും. അത് ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി 8 മണി കഴിഞ്ഞു. എന്നിട്ടും പ്രണവേട്ടൻ വന്നില്ല. ചേച്ചി എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചതിന് ക്ഷീണമുണ്ട്. എന്തു പറ്റി ചേച്ചി? എന്തോ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം ഒരു മനം പുരട്ടൽ. അതുകൊണ്ട് ഒന്നും വേണ്ട, സംശയിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ അത് അമ്മയുടെ കൈകൾ തന്നെ. അത് നേരത്തെ ഊഹിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ബാത്റൂമിലേക്ക് ഓടി. കഴിച്ചത് ഛർദ്ദിച്ചു. സ്വാതി എൻ്റെ പുറം തടവി തന്നു. ഈ അമ്മ എന്നാ നന്നാവുക? വായും മുഖവും ഒക്കെ കഴുകി ഞാൻ തിരിഞ്ഞു. കുറവുണ്ടോ ചേച്ചി? ആശുപത്രിയിൽ പോണോ? അതൊന്നും വേണ്ട. എന്താടി ഇവിടെ? അമ്മ എന്താ ചേച്ചിക്ക് കഴിക്കാൻ കൊടുത്തത്? നല്ല ക്ഷീണവുമുണ്ട്. മാത്രമല്ല കഴിച്ചതൊക്കെ ഛർദ്ദിക്കുകയും ചെയ്തു. ഇത് കുറച്ച് കൂടുതലാ. സ്വാതി പറഞ്ഞു തീർന്നതും അവർ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സാധാരണ പെൺപിള്ളേർക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് വയറ്റിലുള്ളപ്പോഴാണ്. അങ്ങനെ എന്തെങ്കിലും ആണോടി? അതിന് ഇവരുടെ കല്യാണം കഴിഞ്ഞ് 1 മാസം പോലും ആയില്ലല്ലോ. അതിനു മുമ്പ് പണി പറ്റിച്ചോടി. സുധിയായിരുന്നു പറഞ്ഞത്. നിങ്ങൾക്കെന്താ ഇതുവരെ ഇവിടെയൊന്നും പോവാൻ സമയമായില്ലേ? അവൻ എപ്പോൾ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ആദ്യം ചോദിച്ചതിന് ഉത്തരം പറയടി. കല്യാണത്തിന് മുമ്പ് നീ പിഴച്ചോ? കുടിച്ച് ബോധമില്ലാതെ അച്ഛൻ ചോദ്യങ്ങളുമായി മുമ്പിൽ വന്നു. സ്വാതി, നീ അകത്ത് പോയിരുന്ന് പഠിക്ക്. നമുക്കുമേൽ കുറ്റം ചുമത്തണമെന്ന് എല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഹാരം മോശമായതുകൊണ്ടാണ് ഛർദ്ദിച്ചത് എന്ന് അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും എന്നെ കുറ്റക്കാരിയാക്കാനുള്ള ഒരവസരവും പാഴാക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാനും ഒന്നും പറയാൻ നിന്നില്ല. പോകാൻ തുടങ്ങിയതും ഒരു കാറിൻ്റെ ശബ്ദം കേട്ടു. ഊഹിച്ചതുപോലെ തന്നെ പ്രണവേട്ടനായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങിയില്ല എന്ന് വിചാരിച്ചുവെങ്കിലും പുറത്തിറങ്ങി വീട്ടിൽ വന്നു. മോനെ സുഖാണോ? ചെറിയമ്മയുടെ കപട സ്നേഹം വ്യക്തമാക്കുന്ന വാക്കുകൾ കേട്ടാതെ എൻ്റെ അടുത്ത് വന്നു. കുടുംബക്കാരെയൊക്കെ കണ്ടു തീർന്നുവെങ്കിൽ പോകാം. ഞാനും മറുത്തൊന്നും പറയാതെ കൂടെ ഇറങ്ങാൻ തുടങ്ങിയതും മോനെ, വേറെ ഒന്നുമില്ല. അവൾക്ക് ഒരു മനംപുരുട്ടലും ക്ഷീണമൊക്കെ. ഒന്ന് ആശുപത്രിയിൽ കാണിക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഒന്നുമില്ല. മറ്റുള്ളവരറിഞ്ഞാൽ ചുമ്മാ ഓരോന്ന് ഊഹിച്ചു പറയും. എന്തുഹിച്ചു പറയുന്നു? അല്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അധികം ആയില്ലല്ലോ. അപ്പോൾ ഇവൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ കണ്ട ആളുകൾ ചുമ്മാ ഓരോന്ന് പരദൂഷണം ഉണ്ടാക്കില്ലേ? അപ്പോൾ ആശുപത്രിയിൽ കാണിച്ച് ഒന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നത് നല്ലതല്ലേ? ആ സ്ത്രീയുടെ മുന വെച്ചുള്ള സംസാരം കേട്ടപ്പോൾ പ്രായം മറന്ന് പെരുമാറാനാണ് തോന്നിയത്. അതിനിനി ആശുപത്രിയിൽ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഇവൾ പ്രഗ്നൻ്റ് ആയിരിക്കും. പ്രണവേട്ടൻ്റെ വാക്കുകൾ കേട്ടും ഒട്ടും വിശ്വസിക്കാനാവാതെ ഞാൻ നിന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും. അല്ല, നിങ്ങൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരല്ലേ എന്നെയും ഇവളെക്കുറിച്ച് ഒരു ഗോഡൗണിൽ വെച്ച് പിടിച്ചത്? അപ്പോൾ തന്നെ ഊഹിച്ചൂടെ അന്നും അതിനു മുമ്പും ഞാനും ഇവളും തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന്? എല്ലാം കേട്ട് വാ തുറന്ന് നിൽക്കുവാണ് ചെറിയമ്മ. ഇനി വല്ല ഡൗട്ടും? അവർ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. പിന്നെ ഒന്നും പറയാതെ പ്രണവേട്ടൻ പുറത്തിറങ്ങി. പിന്നാലെ സ്വാതിയോട് മാത്രം യാത്ര പറഞ്ഞ് ഞാനും ഇറങ്ങി.
ഞങ്ങൾ രണ്ടുപേരും കാറിൽ കയറി. പക്ഷേ കാറ് സ്റ്റാർട്ടാകുന്നില്ല. 2-3 തവണ നോക്കിയിട്ടും സ്റ്റാർട്ടായില്ല. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് പുറത്തിറങ്ങി ബോണറ്റ് തുറന്നു. എന്നിട്ട് ആരെയോ വിളിച്ചു. ഞാനും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സ്വാതി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താ ചേച്ചി, കാറ് സ്റ്റാർട്ടാവുന്നില്ലേ? ഞാൻ അതേ എന്ന രീതിയിൽ തലയാട്ടി. നാളെയോ? ഇന്ന് വരാൻ പറ്റില്ലേ? അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഫോൺ വെച്ചു. എന്താ? പരുങ്ങലോടെ ഞാൻ ചോദിച്ചു. മെക്കാനിക്ക് നാളെ വരുള്ളൂ എന്ന്. അപ്പോൾ നാളെ പോകാം. ചേച്ചിയും ചേട്ടനും ഇന്നിവിടെ കിടക്കൂ. അതൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ വിളിച്ചു പറയാം വണ്ടി വിടാൻ. പറഞ്ഞു തീർന്നതും ഒരു ഇടിമിന്നലടിച്ചു. നല്ല മഴക്കോളുമുണ്ട്. ഇനി നാളെ പോകാം, രണ്ടാളും വാ. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ഒടുവിൽ എങ്ങനെയൊക്കെയോ സമ്മതിച്ചു. ആരുടെയും മുഖത്ത് നോക്കാതെ തന്നെ ഏട്ടൻ അകത്തേക്ക് പോയി. പിന്നാലെ ഞങ്ങളും. കല്യാണം എങ്ങനെയുണ്ടായിരുന്നു? റൂമിൽ വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു. മൗനം മാത്രമായിരുന്നു ഉത്തരം. കഴിക്കാനെടുക്കട്ടെ? വേണ്ട. അത്രയും പറഞ്ഞ് ബെഡിൽ കിടന്നു. ഇവിടെ ഇന്ന് തങ്ങുന്നതിൻ്റെ എല്ലാ ദേഷ്യവും ആ മുഖത്തും വാക്കിലും വ്യക്തമായിരുന്നു. ഞാനും പിന്നെ ഒന്നും ചോദിച്ചില്ല. വാതിലടച്ച് പതിവ് പോലെ ഷീറ്റ് വിരിച്ച് താഴെ കിടന്നു. അപ്പോഴേക്കും മഴ തകർത്ത് പെയ്യുകയായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് ഒരു ശബ്ദം കേട്ട് ഉണർന്നത്. അപ്പോഴേക്കും തകർത്ത് പെയ്തിരുന്ന മഴ ഒന്ന് ശാന്തായി. ആ ശ്രുതി ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന ചിന്തയും എൻ്റെ ശ്രുതി തനിച്ചാണ് മുറിയിലെന്ന ഭയവും ഉള്ളിൽ ഉരുണ്ടുകയറിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. കട്ടിലേക്ക് കണ്ണോടിച്ചപ്പോൾ പ്രണവേട്ടൻ സുഖമായി കടക്കുന്നു. ഏട്ടനെ ഉണർത്താതെ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ആദ്യം നോക്കിയത് സ്വാതിയുടെ മുറിയിലായിരുന്നു. അവൾ കട്ടിലിൽ സുഖമായി കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ അതുവരെ ഭയന്ന മനസ്സൊക്കെ ശാന്തായി. ശബ്ദം കേട്ടത് തോന്നലാകുമെന്ന് കരുതി റൂമിൽ പോകാൻ തുടങ്ങിയതും അടുക്കള വാതിലിൽ ചാരിയിട്ടേ ഉള്ളൂ, കുറ്റിയിട്ടിട്ടില്ല. ചെറിയമ്മ കുറ്റിയിടാൻ മറന്നതാകുമെന്ന് കരുതി വാതിൽ കുറ്റിയിടാൻ അവിടേക്ക് പോയി. ഇരുട്ടാണെങ്കിലും മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവിടെ കണ്ട കാഴ്ച എൻ്റെ ചുറ്റിലും ശൂന്യത പാലിച്ചു. കണ്ണ് അറിയാതെ നിറഞ്ഞു. ചെറിയമ്മ ആ സുധിയുമായി. മുമ്പൊക്കെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടിരുന്ന ആ സ്ത്രീ സ്വന്തം ഭർത്താവിനെയും മകളെയും വഞ്ചിച്ചുകൊണ്ട് വേറൊരുത്തനുമായി. പെട്ടെന്നാരോ പിന്നിൽ നിന്ന് നിൽക്കുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് റൂമിൽ വന്നു. പ്രണവേട്ടൻ അപ്പോഴും കട്ടിൽ കിടക്കുന്നു. എന്നാലും ആ സ്ത്രീ ആരോടിത് പറയാനാണ്? സ്വന്തം പേര് പോലും മറക്കുന്ന രീതിയിൽ കുടിച്ചു നടക്കുന്ന അച്ഛനോടോ, അതോ ഒന്നും അറിയാത്ത എൻ്റെ സ്വാതിയോടോ? ഓരോ ചിന്തയിൽ കിടന്നുവെങ്കിലും ഉറക്കം പിന്നെ എന്നെ തേടി വന്നില്ല. രാവിലെ ആയപ്പോൾ ആ വീട്ടിൽ നിന്നും പെട്ടെന്ന് പോകാനുള്ള ചിന്ത മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പ്രണവേട്ടനും ആ സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കാതെ ഞാൻ പ്രണവേട്ടനുമായി അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തുന്നവരെയും ഇന്നലെ കണ്ടത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അത് മനസ്സിൽ നിന്നും പോയില്ല. ഓരോ വിശേഷങ്ങളും ചോദിച്ചുകൊണ്ട് അമ്മയും രോഹിണി ചേച്ചിയും വന്നപ്പോൾ അധികമൊന്നും എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുറിയിൽ കയറിയതും പിന്നിൽ നിന്നും പ്രണവേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ച് നേരെ തിരിച്ചു നിർത്തി. ഭാര്യയുടെ രഹസ്യകാമുകനെ പിടിച്ച ഭർത്താക്കന്മാരുടെ കഥ കേട്ടിട്ടുണ്ട്. സ്വന്തം അമ്മായിയമ്മയുടെ രഹസ്യക്കാരനെ നേരിട്ട് കണ്ട എന്നെപ്പോലത്തെ ആളുകൾ ചുരുക്കമായിരിക്കും അല്ലേ? ആ സ്ത്രീയോടുള്ള അതേ പുച്ഛത്തോടെ ഏട്ടനോട് പറഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാം പ്രണവേട്ടനും കണ്ടു എന്ന്.